ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലയോ ഇബ്രാഹിമേ, ഇബ്രാഹിമേ, നീ അല്ലാഹുവിനെ പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് നിലകൊള്ളണേ. അസ്ലിം, നീ യഥാർത്ഥ മുസ്ലിമാവണേ, യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് നീ ഇറങ്ങി നിൽക്കണേ. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞ ഏതൊരു വചനമാണോ അതേ വചനം വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ പടച്ച റബ്ബിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. അവനെ ഞാൻ വണങ്ങുകയാണ്. അവനല്ലാതെ ഒരു ആരാധ്യ പുരുഷൻ എനിക്കില്ല. അവന് വേണ്ടി സർവ്വതും ഞാൻ സമർപ്പിക്കുകയാണ്. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലിം എന്ന പദം പ്രയോഗിച്ചപ്പോ അതേ പദപ്രയോഗം കൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചതായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇബ്രാഹിമിനെ പോലെയെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. നബിയേ ഇബ്രാഹിമിന്റെ ചര്യ പരിപൂർണമായി അനുധാവനം ചെയ്യണേ. അദ്ദേഹത്തിന്റെ മില്ലത്ത് പരിപൂർണമായി പിൻപറ്റണേ. റസൂലേ, ഇബ്രാഹിം നബിയുടെ ചര്യ നിങ്ങൾ അനുധാവനം ചെയ്യണേ. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ വ്യക്തിയല്ല. അള്ളാഹു എന്ത് പറഞ്ഞോ അത് പരിപൂർണമായി ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയാണ്. സ്വന്തം മകനെയും സ്വന്തം ഭാര്യയെയും കഅബാലയത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് വരണേ എന്ന് പടച്ച റബ്ബ് പറഞ്ഞപ്പോ പരിപൂർണമായി ചെയ്തതാകുന്ന മനുഷ്യനാണ്. അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കാൻ തയ്യാറായ വ്യക്തിയാ. തിരിച്ചു പോകുമ്പോ ഹജറ ഉമ്മ വിളിച്ചു ചോദിക്കുകയാണ്, അല്ലാഹു അമുറുക യാ ഇബ്രാഹിം, എന്നെയും ഈ പിഞ്ചോമന മകനെയും ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടേച്ച് തിരിച്ചു പോകാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ ആണോ ഇബ്രാഹിമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ഉമ്മ ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലയാട്ടുകയാണ്. നഅം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തിരിഞ്ഞു നടക്കുകയാണ്. ഉള്ളിൽ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, നൊമ്പരമുണ്ട്, വ്യസനമുണ്ട്, ദുഃഖമുത്തിന്റെ ഭാരമുണ്ട്. എല്ലാം നിലനിൽക്കെ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന സ്ഥലത്ത്, ഒരു മനുഷ്യവാസമില്ലാത്തതാകുന്ന ഭൂമിയിൽ, ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന സ്ഥലത്ത് ഒരൽപ്പം വെള്ളവും കുറച്ച് കാരക്കയും മാത്രം കൊണ്ടുപോയി കൊടുത്തിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നതാകുന്ന ഇബ്രാഹിം ചരിത്ര പുരുഷനല്ലയോ? ലോകത്തിന് മാതൃകയായ വ്യക്തിയല്ലയോ? അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. അണുവിട വ്യതിചരിക്കാതെ സർവ്വമതങ്ങളിൽ നിന്നും മതത്തിന്റെ ആദർശങ്ങളിൽ നിന്നും വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി അടിയുറച്ചു നിന്നതായ ഈ ഇബ്രാഹിമിനെ നിങ്ങൾ പിൻപറ്റണേ റസൂലേ. അദ്ദേഹത്തിന്റെ മില്ലത്ത് അനുധാവനം ചെയ്യണേ ഹബീബേ. ഇതൊരു സാധാരണ മനുഷ്യനല്ല. സ്വന്തം പ്രിയപ്പെട്ട പൊന്നമോനെ കത്തിവെച്ചുകൊണ്ട് അറക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ അതിനും തയ്യാറാകുകയാണ്. ലോകം ഇന്നും അതിരവിന്റെ വിഷയത്തിൽ ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ ഓർത്തുകൊണ്ട് കരയുകയാണ്. എത്ര വലിയതാകുന്ന പടച്ച റബ്ബിനോടുള്ള സമർപ്പണമാണ്, അള്ളാഹുവിനോടുള്ള സമർപ്പണമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളിൽ പെട്ടതായ വ്യക്തിയാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്സാലിഹീൻ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം ദുനിയാവിലും തെരഞ്ഞെടുത്തതായ വ്യക്തിയാണ്, ആഖിറത്തിലും തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ആഖിറത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളോടൊപ്പമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. റബ്ബിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചപ്പോ അള്ളാഹു തിരഞ്ഞെടുത്തു. അള്ളാഹു തൗഫീഖ് തരട്ടെ. റബ്ബ് എന്ത് പറയുന്നോ അത് പരിപൂർണമായി ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് സാധിക്കുമോ? അങ്ങനെ നമുക്ക് സാധിക്കുമോ? ومن يرغب عن ملة إبراهيم ومن يرغب عن ملة إبراهيم إلا ما സഫിഹ നഫ്സഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ വിട്ടുകൊണ്ട് ഈ ദുനിയാവിൽ ചിന്തിക്കുന്നവനാരാണ്? ആരാണ് അദ്ദേഹത്തിന്റെ ചര്യ വിട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്? അവൻ മൂഢനല്ലയോ? അവൻ വിഡ്ഢിയല്ലയോ? അള്ളാഹു ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയല്ലേ ഈ സമൂഹം പിൻപറ്റേണ്ടത്? അദ്ദേഹത്തെ പോലെ സ്വാലിഹാകാൻ വേണ്ടിയല്ലേ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചര്യ വിട്ട് ചിന്തിക്കുന്നവർ അവൻ ഏറ്റവും വലിയ മൂഢനല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തായിരുന്നു? സ്വാലിഹായ വ്യക്തിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കളല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലൂടെ പഠിപ്പിക്കുകയാണ്. നബിയേ തങ്ങൾ ഇസ്മായിൽ നബിയെ കുറിച്ച് സ്മരിക്കണേ റസൂലേ. ഇന്നഹു കാന സാദിഖൽ വഅദ്. വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കാതെ പരിപൂർണമായി അത് പൂർത്തീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ പെട്ടതായ സ്വാലിഹായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടതായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വകാന റസൂലൻ നബിയ്യാ വകാന റസൂലൻ നബിയ്യാ. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലുമായിരുന്നു, അല്ലാഹുവിന്റെ നബിയുമായിരുന്നു. രണ്ട് പദവികൾ കൂടി കൂട്ടപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. തീർന്നില്ല, അല്ലാഹു വീണ്ടും പറയാൻ وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ടും സകാത്ത് കൊടുക്കാനും കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി നിസ്കരിക്കുകയും കുടുംബത്തോട് കൽപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർളിയാ. അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടതാകുന്ന അടിമയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന് ഏറ്റവും സംതൃപ്തിപ്പെട്ടതായ അടിമയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സാലിഹായ വ്യക്തിയായിരുന്നു. നിസ്കാരം കൊണ്ട് തന്റെ കുടുംബത്തോട് സദാസമയം കൽപ്പിക്കുമായിരുന്നു, സകാത്ത് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാം, സ്വാലിഹാകണമെങ്കിൽ നിസ്കാരം വേണം,
സ്വന്തം കുടുംബത്തോട് എന്തുകൂടി പറയണം? നിസ്കരിക്കാനും കൂടി വാപ്പ വാതുറന്ന് പറയണം. മനസ്സിലായി? റബ്ബിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട അടിമയാകണോ? എന്ത് വേണം? കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണം. രാവിലെ സുബഹിയുടെ സമയത്ത് മക്കളെ വിളിച്ചുണർത്തുക, ഭാര്യ കടന്നുറങ്ങുമ്പോ വിളിച്ചുണർത്തുക. ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ? റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ വഅയഖള അഹ്ലഹു فإن أبت نضح في وجهها الماء ورحم الله امرأة قامت في الليل وصلت وأيقظ أهلها فإن أبى نضحت في وجهه الماء. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നതായ ഒരു പുരുഷന് അല്ലാഹു കരുണ ചൊരിയട്ടെ. നിസ്കാരത്തിന് ശേഷം തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ വിളിച്ചുണർത്താൻ വേണ്ടി ഭർത്താവ് തുനിയുമ്പോ ആ ഭാര്യ പറയുകയാണ്, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ ഇക്കാ, എനിക്കുറക്കം വരുന്നു ഇക്കാ, ഞാൻ രാത്രി ഒരുപാട് ജോലിക്കാലങ്ങൾ ചെയ്തിട്ടാണ് കടന്നുറങ്ങിയത്, അതുകൊണ്ട് ഒരല്പം കൂടി കിടക്കട്ടെ എന്ന് പറയുമ്പോ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് സ്നേഹത്തിൽ അല്പം വെള്ളം തളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഭർത്താവിന് അള്ളാഹു കരുണ ചൊരിയട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വറഹിമല്ലാഹു ഇംറഅതാ ഖാമത് ഫിൽ ലൈൽ وصلت وأيقظت أهلها. പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാകുന്ന ഒരു സഹോദരിക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ. ഏത് പെണ്ണെന്നറിയുമോ? നിസ്കരിക്കുക മാത്രമല്ല, രാത്രിയിൽ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സുബഹിയുടെ സമയമാകുമ്പോ വിളിച്ചുണർത്തുകയാണ്, വിളിച്ചുണർത്തുകയാണ്. ഇക്കാ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടില്ലേ? ഈ എടക്കരയുടെ മണ്ണിൽ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള മനുഷ്യരായി അല്ലാഹു നമ്മെ മാറ്റിയില്ലേ? നമ്മുടെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ സൗഭാഗ്യമാണ് നൽകിയിരിക്കുന്നത്. അംഗവൈകല്യങ്ങൾ എന്ന പടച്ച റബ്ബ് കാത്തു സംരക്ഷിച്ചില്ലേ? കണ്ണിനുള്ളതാകുന്ന കാഴ്ചശക്തിയും കാതിനുള്ളതാകുന്ന കേൾവിശക്തിയും നാവിനുള്ള സംസാര വൈഭവം കൈകൾക്കുള്ളതാകുന്ന സ്വാധീന ശക്തിയും എല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ അടയാളപ്പെടുത്തിയില്ലേ ഉപ്പാ? അതുകൊണ്ട് എന്തിനാണ് മടിക്കുന്നത്? എന്തിനാണ് പൊന്നുമോളെ നമ്മൾ മടിക്കുന്നത്? എന്തിനാണ് പൊന്നുപ്പ, എന്തിനാണ് പൊന്നു ചെറുപ്പക്കാരാ ഭർത്താവേ നീ മടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വിളിച്ചുണർത്തുന്നതാകുന്ന ഏതൊരു ഉമ്മയുണ്ടോ, ഏതൊരു ഭാര്യയുണ്ടോ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഉപ്പയെ, സ്വന്തം മക്കളെ വിളിച്ചുണർത്തുന്നതാകുന്ന ഭാര്യയുണ്ടോ? തീർച്ചയായും അല്ലാഹു ആ സ്ത്രീക്ക് കരുണ ചൊരിയട്ടെ എന്ന് ആദരവായ ശഫീആയ റസൂലുള്ളാഹി ദുആ ചെയ്തത് വേറെ ആരുമല്ല, ജീവിതത്തിൽ കളവ് പറയാത്ത, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്തതായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണോ? ഈ ദുആ കിട്ടണോ? എന്തുവാണ്? രാവിലെ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം മുഖത്ത്. എന്റെ വാപ്പ ഉസ്താദാണ്. വാപ്പ പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ വെള്ളം തെളിച്ചിരുന്നപ്പോ നമ്മൾ ഓർത്തല്ല ഇതെന്താ പരിപാടി. അപ്പൊ ഇന്നിപ്പോ ഹദീസുകൾ മനസ്സിലായപ്പോഴാണ് ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാന്ന് മനസ്സിലായത്. പണ്ടിങ്ങനെ വെള്ളം കോരി ഒഴിക്കുമ്പോ നമുക്കന്ന് ദേഷ്യാണ്. ചെറിയ പ്രായമല്ലോ, വരില്ലല്ലോ. നമ്മളോർക്ക് ഈ വെള്ളം കോരി ഒഴിക്കുന്നതിന്റെ കാര്യം എന്താണ്? ബക്കറ്റ് ആണെങ്കിലും വെള്ളം കൊണ്ട് തലവഴി ഒഴിക്കല്ല. എന്നാ പിന്നെ അന്ന് തലാക്ക് കിടക്കും. അല്ലാഹു ആക്കട്ടെ. തലവഴിയെ വെള്ളം ഉസ്താദ് പറഞ്ഞാൽ വെള്ളം കോരി ഒഴിക്കണോ? കിട്ടിയ ചാൻസ് തന്നെ. രാവിലെ തന്നെ 3 കുടം വെള്ളം. ചേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുബഹി നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, രാവിലെ എന്ത് ചെയ്യും? വെള്ളം കോരി ഒഴിച്ചേക്കും. പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ലഹ എന്ന് പറഞ്ഞ എന്താ? വെള്ളം ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ സ്വല്പം ഇങ്ങനെ തളിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ആ ക്ഷീണം ഉറപ്പാണ്. വെള്ളം മുഖത്തോട്ട് വീഴുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് വെള്ളം വീഴും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ തെളിച്ചിട്ടുണ്ടോ? വാപ്പ ആരെങ്കിലും ഉള്ളവരെന്ന് കൈ ഉയർത്തിക്കുക. വെള്ളം ആരെങ്കിലും അവിടെ ഒരാൾ, 2, 3, 4, 5.
അവരൊക്കെ ഇതുപോലെ ഈ ഹദീസ് വെച്ച് അമൽ ചെയ്തവരാ. വെള്ളം അല്പം ഇങ്ങനെ തളിക്കുക. അപ്പൊ ആ ക്ഷീണം ഉറപ്പാണ്, എഴുന്നേക്കും നമ്മൾ. ഈ ഹദീസ് കൂടി മനസ്സിലാക്കിയിട്ടാണെങ്കിൽ വാപ്പ ഇന്ന കാര്യത്തിന് വേണ്ടിയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉമ്മ ഈ ഒരു ഹദീസ് ഉള്ളത് കൊണ്ടാ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അവർക്ക് ആ കൂലിയും കിട്ടുകയാണ്, ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്തത്, കരുണയ്ക്ക് വേണ്ടി. കാരുണ്യം അള്ളാഹു ചൊരിയട്ടെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ തലമുറകളൊക്കെ ഇന്ന് അങ്ങനെ ഉണ്ടോ? ചിന്തിക്കും. നിസ്കരിക്കാൻ വേണ്ടി മക്കളെ എഴുന്നേൽപ്പിക്കുന്നവരുണ്ടോ? വിളിക്കുന്നവരുണ്ടോ? വിളിച്ചാൽ തന്നെ മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുന്നവരുണ്ടോ? അവൽ വക്കത്ത് സുബൈക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നവരുണ്ടോ? റമദാനിൽ വിളിക്കും. എന്തിനാ? അത്താഴം കഴിക്കാൻ വിളിക്കുമ്പോ കറക്റ്റ് എഴുന്നേക്കും. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കലാന്ന് പറയുമ്പോ തിരിഞ്ഞടക്കുക. അല്ലേ? നല്ല ഫുഡുണ്ട്, റാഹത്തുണ്ടെന്ന്. ഫുഡുണ്ടെന്ന് പറയുമ്പോ എഴുന്നേറ്റ് വരും. നല്ല കുഴിമന്തി ഉണ്ട്, നെഹ്ദി മന്തി. അല്ലാ, എന്നപ്പോ ചാടി എഴുന്നേറ്റ് തന്നെ അത് കഴിച്ചിട്ട് കിടക്കാം. നിസ്കാരമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശരിയല്ലേ? എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും ഒരല്പമെങ്കിലും കഴിക്കാം. മടിച്ചിട്ടാണെങ്കിലും വന്ന് കഴിക്കും. നിസ്കാരത്തിന് പിറകോട്ട് അങ്ങനെ ആകാൻ പാടില്ല. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്ന വ്യക്തിയെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനാകുള്ളൂ, മർളിയായ വ്യക്തിയാകുള്ളൂ. وَكَانَ يَأْمُرُ أَهْلَهُ بِالصَّلَاةِ وَالزَّكَاةِ وَكَانَ عِندَ رَبِّهِ മർളിയാ. റബ്ബിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട അടിമയായി ആര് മാറി? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രവാചകന്മാരുടെ നീണ്ട നിര തന്നെ ഉണ്ട്. സാലിഹീങ്ങളാന്ന് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് സമയമില്ല. ആയത്തുകൾ ഇഷ്ടം പോലെയാണ്. ഇതാ ഒരു ആയത്തുകൂടി കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِّنَ الصَّالِحِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാൻ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എന്താണ്? കുല്ലും മിനസ് സ്വാലിഹീൻ. ഇവരൊക്കെ ആരാണ്? സാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാ ഏകദേശമൊക്കെ പ്രവാചകന്മാരെ പറയാം. 25 പേരെ ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ സ്വാലിഹീങ്ങളാണെന്ന് ഖുർആനിലുണ്ട്. وزكريا ويحيى وعيسى وإلياس كل من الصالحين. സക്കരിയാ നബി അലൈഹിസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ടതാകുന്ന ഇല്യാസ് നബി അലൈഹിസ്സലാമെല്ലാം അവരൊക്കെ സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ അൻആം. ഇനി സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വേറെ ചില പ്രവാചകന്മാർ. وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയും ഇദ്രീസ് നബി അലൈഹിസ്സലാമും ദൽകിഫിൽ അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെല്ലാം അവർ ശമാശീലന്മാരാണ്. അവർ തീർച്ചയായും അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകളിൽപ്പെട്ടവരാണ്. وأدخلناهم في رحمتنا إنهم من الصالحين. അവരൊക്കെ നമ്മുടെ സച്ചരിതരായ സാലിഹീങ്ങളായ അടിമകളിൽപ്പെട്ടവരാണ്. സൂറത്തുൽ അംബിയായിൽ തന്നെ മറ്റൊരായത്ത് വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സാലിഹീൻ.
ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണ്, നാം അദ്ദേഹത്തിന് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ എണ്ണിയാ തീരൂല. എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞിട്ടുണ്ട്. 25 പേരെയാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അവരൊക്കെ സ്വാലിഹീങ്ങളാണ്, അവരൊക്കെ സ്വാലിഹീങ്ങളാണ് എല്ലാവരും. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലാ വമിനസ് സാലിഹീൻ. ജനങ്ങളോട് തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിച്ചതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവനാണ്, സാലിഹായ മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണ്, മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. സൂറത്തുൽ ഖലം ഒന്ന് പരിശോധിക്കണേ, ഖുർആനാണ്. ഈ ഓതുന്നത് മുഴുവനും ഖുർആനാണ്, ഖുർആനാണ്. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതാകുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹായ വ്യക്തിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ മനുഷ്യനാണ്. അമ്പിയാക്കളൊക്കെ സാലിഹീങ്ങളാണെന്ന് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മളും എന്താവണം? അവരോടൊപ്പം ചേർന്ന് നിൽക്കാനല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് വേണം? സാലിഹാകാൻ വേണ്ടി പരിശ്രമിക്കണം. സാധേ എങ്ങനെയാ ഇപ്പൊ സാലിഹാവുക? എങ്ങനെയാ സാലിഹാകേണ്ട പണി പറഞ്ഞില്ലല്ലോ. ഇവരൊക്കെ സാലിഹീങ്ങളാന്ന് പഠിച്ചു. ഇനി എങ്ങനെയാ സാലിഹാകേണ്ടത് പഠിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിച്ചിരിക്കും നിങ്ങൾ. അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അമ്പിയാക്കളൊക്കെ സ്വാലിഹീങ്ങളാണെന്ന് പഠിച്ചു. ഇനിയുണ്ട് ആയത്ത്, സമയമില്ലാത്തണ്ടോ? അത് ഓതിക്കൊണ്ടിരുന്ന തന്നെ നേരം വെളുക്കും. ആയത്ത് ഇഷ്ടം പോലെ, ഇനിയും ഡസൻ കണക്കിന് ആയത്തുണ്ട് ഓരോ അമ്പിയാക്കളെ പറ്റി. സമയമില്ല. എല്ലാ അമ്പിയാക്കളും സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് എല്ലാവരും. ഖുർആൻ അതിന് ഓരോരുത്തരുടെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഖുർആൻ എടുത്ത് പരിശോധിക്കും നിങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ അമ്പിയാക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നീയും സ്വാലിഹാകാനുള്ള പ്രവർത്തനം നീ നടത്തണം. അതെങ്ങനെയാ ചെയ്യേണ്ടത്? അതാണ് ഇപ്പൊ അടുത്തത് പറയുന്നത്. എങ്ങനെ നമുക്ക് സ്വാലിഹാകാൻ പറ്റും? ഒന്ന് സ്വാലിഹാകാനുള്ള പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ വരണം. ഏതാ സ്വാലിഹാകുന്ന പ്രവർത്തനം? അള്ളാഹു കൽപ്പിച്ചതും അവൻ വിരോധിച്ചതുമാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കാൻ തയ്യാറാവണം. വിരോധിച്ചതിനെ പരിപൂർണമായി ഒഴിവാക്കാൻ തയ്യാറാകണം. സ്വാലിഹാകാനുള്ള ഏക പോംവഴി അത് മാത്രമാണ്. ഇവരോടൊപ്പം ചേരണോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്ക്. സാലിഹാകാനുള്ള ഒരു പണി ഖുർആൻ പറയുന്നു. സൂറത്തുൽ കഹ്ഫ് ഓതലുണ്ടോ? വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യലുണ്ടോ? ഉണ്ടോ? വെള്ളിയാഴ്ച ദിവസം അത് പാരായണം ചെയ്താൽ വലിയ നേട്ടമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഒരാഴ്ചക്കിടയിൽ അവന് പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാഴ്ച ഓതിയ ആഴ്ചയും വരാനിരിക്കുന്ന ആഴ്ചകൾക്കുമിടയിൽ പ്രകാശം അള്ളാഹു ഇട്ടുകൊടുക്കും. ഹബീബ റസൂലുള്ളാഹി. മുടങ്ങരുത്, എല്ലാ വെള്ളിയാഴ്ചയും ഓതണം. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണ്, 3 പ്രാവശ്യമാണ് ഓതേണ്ടത്. ഒന്ന് വ്യാഴാഴ്ച വൈകിട്ട് രാത്രിയിൽ, രണ്ടാമത്തത് വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം, 3 ജുമഅക്ക് മുമ്പ്, മൂന്നാമത്തത്. അങ്ങനെ മൊത്തം എത്ര എണ്ണം? 3 എണ്ണം. ഒരെണ്ണം പോലും ഓതാത്ത കൗമിനോടാണ് 3 എണ്ണം പറയുന്നത്. അല്ലാഹു ആക്കട്ടെ. ഒരെണ്ണം തന്നെ റമദാനിൽ പോലും ഓതിയിട്ടില്ല. ആകെ ഓതുകയാണെങ്കിൽ റമദാനിലായിരുന്നു ഓതേണ്ടത്. അങ്ങനെ തോന്നാത്ത ടീമുകളോടാണ് എന്ത് പറയുന്നത്? 3 എണ്ണം ഓതാൻ. ഇപ്പൊ ഒരെണ്ണം ഓത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത് 3 എണ്ണം വരെ ഓതൽ കൂലിയുണ്ട്. പക്ഷെ നമ്മൾ ഒരെണ്ണം പോലും ഓതുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെ സാലിയാവും? അതെ, സാലിഹാകണം.
അതുകൊണ്ട് മാത്രം ആയില്ല എന്നർത്ഥം. കുറച്ച് പണിയുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൽ അവസാനം വരുമ്പോ ആയത്തുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയാകുന്ന പടച്ച റബ്ബിനെ കാണാൻ ആരൊരുവൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനാകുന്ന പരിശുദ്ധ പ്രവാചകനെ പടച്ച യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനെ അല്ലാഹു ഈ ലോകത്തിന് സമ്മാനിച്ചതായ, ഈ ലോകത്ത് മനുഷ്യൻ നിർമ്മിക്കുന്നതാകുന്ന സർവ്വ സൗന്ദര്യമാകുന്ന വസ്തുക്കളെക്കാളും ഏറ്റവും വലിയ സുന്ദരൻ അല്ലാഹു അല്ലയോ, അല്ലാഹു അല്ലയോ? കാരണം ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ അവനാണ്, അവനാണ്. ഈ ലോകത്തുള്ളതാകുന്ന സൗന്ദര്യമുള്ള സർവ്വ വസ്തുക്കൾക്കും, അത് സ്ത്രീയായാലും പുരുഷനായാലും, അത് ജീവജാലങ്ങളായിരുന്നാലും ഏത് വസ്തുക്കളായിരുന്നാലും അതിനെല്ലാം വർണ്ണവും നിറവും നൽകിയവൻ അവനല്ലയോ, അല്ലാഹു അല്ലയോ? ഈ ലോകത്ത് മനുഷ്യനെ കൺകുളിർക്കെ കാണാനുള്ള, കണ്ണിന് കുളിർമയാകുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം പടച്ചതായ അല്ലാഹു യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകന്, സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വത്തെ ഈ ലോകത്തിന് സമ്മാനിച്ചവനായ അല്ലാഹു, ആദരവായ പ്രവാചകൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ആകർഷ രൂപമാകുന്ന വ്യക്തിത്വത്തെ ലോകത്തിന് സമ്മാനിച്ചതായ അല്ലാഹു, അവനെത്ര സുന്ദരനാണ്, സുന്ദരനാണ്. അവനെയൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കണേ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ഈ ലോകത്തിന്റെ തമ്പുരാനെ കാണണമെന്നുള്ളവരെ, എടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, വഅദ് കേട്ടുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഉപ്പ, നീ നിസ്കരിച്ചതും, നീ നോമ്പ് പിടിച്ചതും, നീ സക്കാത്ത് കൊടുത്തതും, നീ ഉംറ ചെയ്തതും, നീ ഹജ്ജ് ചെയ്തതും, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പിയതും, നീ നിരാലംബർക്ക് അവലംബമായതും, നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തതും, നീ സദഖ നൽകിയതും, നീ കൊടുക്കാനിരിക്കുന്നതുമെല്ലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടിയാവണേ. സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം, സ്വർഗത്തിനപ്പുറമാണ്, സ്വർഗത്തിനപ്പുറമാണ്. കാരണം സ്വർഗം അല്ലാഹു പടച്ചതാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് സ്വർഗം. ഒരു സൃഷ്ടികളിൽ പെട്ടവരാകുന്നു നമ്മളും റബ്ബിന്റെ സൃഷ്ടികളാണ്, സൃഷ്ടികളാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുന്നതിൽ അതിശയമില്ല. ഒരു സൃഷ്ടി കൊതിക്കേണ്ടത് സൃഷ്ടാവിനെ കാണാനാണ്, കാണാനാണ്. നമ്മളും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, സ്വർഗവും റബ്ബിന്റെ സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കരുതേ, മറിച്ച് കാണേണ്ടത് അല്ലാഹുവിനെയാണ്, അല്ലാഹുവിനെയാണ്. കാരണം സ്വർഗത്തെ മുഴുവനും പടച്ചത്, അതിലുള്ളതാകുന്ന സർവ്വ സൗകര്യങ്ങളും പടച്ചത് അല്ലാഹുവല്ലയോ, പടച്ച റബ്ബല്ലയോ? അവനെത്ര സുന്ദരനാണ്, സുന്ദരനാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആ റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഫൽയഅമൽ അമലൻ സാലിഹാ, ജീവിതത്തിൽ സുകൃതം ചെയ്യണേ, സുകൃതം ചെയ്യണേ. നമസ്കാരങ്ങൾ ചിട്ടവെക്കണേ, നോമ്പുകൾ കൃത്യത വെക്കണേ, സക്കാത്തുകൾ കൊടുത്തു വീട്ടണേ, സദഖകൾ ചെയ്യണേ, പാവങ്ങളുടെ കണ്ണീരൊപ്പണേ, യതീമക്കളുടെ തലയിൽ തലോടണേ, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കണേ, വിധവകൾക്ക് അത്താണിയായി വർത്തിക്കണേ. പാവപ്പെട്ടവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അവന് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ കൊടുക്കാൻ നീ തയ്യാറാവണേ. ദീനിന്റെ സംരംഭങ്ങൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക് നീ മുതൽക്കൂട്ടായി വർത്തിക്കണേ. നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളും വ്യതകളും തീർക്കാൻ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അതിനു വേണ്ടി ചെലവഴിക്കണേ. ഫൽഅമൽ അമലൻ സാലിഹാ, നല്ല സുകൃതം ചെയ്യണം, നല്ല സുകൃതം ചെയ്യണം. അല്ലാഹു അല്ലാത്തവരോട് പങ്കു ചേർത്തുള്ള ആരാധന പാടില്ല. റബ്ബിന് മാത്രം സുജൂദിലായി അർപ്പിച്ച് നിലകൊള്ളണം. ആരാധന മുഴുവനും റബ്ബിനോട്. ആ നിലയിൽ റബ്ബിനെ വഴങ്ങണം, നല്ലതുപോലെ വണങ്ങി ജീവിക്കണം.
അതിനൊരു മടിയും നമ്മൾ കാണിക്കാൻ പാടില്ല. നല്ല പ്രവർത്തനം ചെയ്യണം. അതിനെന്ത് വേണം? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രാമാണികമാണോ എന്നുള്ളത് എപ്പോഴും പരിശോധിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ്, ശവ്വാൽ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നു, അത് ഇസ്ലാമികപരമാണോ ആദ്യം അന്വേഷിക്കണം. അതെ, ഇസ്ലാമികപരമാണ് എന്ന് ഉറപ്പിച്ചു, അതിനുശേഷം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങണം. അങ്ങനെയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളതും. അള്ളാഹു സ്വീകരിക്കട്ടെ. എത്ര പേര് അനുഷ്ഠിച്ചു എന്ന് ചോദിച്ചാല് വശാലാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. മേറാജിന്റെ നോമ്പിന് വഴക്കടിക്കുന്ന കൗമ്, ബറാത്തിന്റെ നോമ്പിന് തെളിവുണ്ടോ, അതിന് തെളിവുണ്ടെന്നും പറഞ്ഞ് വഴക്കടിക്കുന്ന കൗമ്, ശവ്വാലിന്റെ നോമ്പിന് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഏറ്റവും ശക്തിമത്തായ സുന്നത്താൻ. എന്നിട്ട് നമ്മളിൽ പല ആളുകളും അത് വിട്ടുപോകുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മറ്റേതൊക്കെ ഭയങ്കര ചാടി പിടിച്ചിട്ട് പിടിച്ചില്ല, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി പിടിക്കും നമ്മൾ. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ശവ്വാല് നോമ്പിന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത്ര ശക്തിമത്തായ സുന്നത്താണ്. എന്നിട്ട് നമ്മളിൽ എത്ര പേര് അനുഷ്ഠിക്കുന്നുണ്ട്, അനുഷ്ഠിച്ചവരുണ്ട്. അള്ളാഹു അനുഷ്ഠിച്ചവർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. അനുഷ്ഠിച്ചവർക്ക് എത്രയും വേഗം ഈ ശവ്വാലിൽ അത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ പറയും. പിന്നെ ആമീനില്ല, എല്ലാവർക്കും ബിരിയാണി തരട്ടെ എന്ന് പറഞ്ഞു 2 കൈ വേറെ. നോമ്പ് പിടിക്കണേ തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞാൽ ആമീനില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ നിങ്ങൾ. അതുകൊണ്ട് എന്ത് വേണം? നല്ല അമൽ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം. നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇബാദത്തെടുക്കണം. നിസ്കാരം മുടക്കരുത്. 5 വഖത്ത് നിസ്കാരം അത് നിർബന്ധമാണ്. സുന്നത്തായ നോമ്പുകളെ ശ്രദ്ധിക്കണം. അറബി മാസം 13, 14, 15, അറബി മാസം 27, 28, 29 അയ്യാമുൽ ബീദും അയ്യാമുൽ സൂദും അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് ശ്രദ്ധിക്കണം. തിങ്കളും വ്യാഴവും കഴിയുമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കണം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യ കാലഘട്ടത്തിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ റബ്ബിലേക്ക് തിരിക്കാൻ സാധിക്കും. ഹറാമായ മേഖലകളിലേക്ക് പോകൂല. നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം. നാവ് കൊണ്ട് ഫന പറയാൻ പോകരുത്, ഫസാദിൽ ഏർപ്പെടരുത്, പലിശയുമായുള്ള ബന്ധപ്പെട്ട ജീവിതം നയിക്കരുത്, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളരുത്, വിചാരത്തിലേക്ക് പോകുന്നതാകുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കണം. അശ്ലീലമാകുന്ന കാഴ്ചകൾ നമ്മൾ ഒഴിവാക്കണം. നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടോ അവർക്ക് അള്ളാഹുവിനെ നാളെ കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെയാണ് കാണേണ്ടത് സഹോദരങ്ങളെ. ഔലിയാക്കൾ ആരും സ്വർഗം ആഗ്രഹിച്ചവരല്ല. ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദിനിൻ. അവരുടെ ഉദ്ദേശം എന്തല്ല? സ്വർഗം കിട്ടലല്ല. സ്വർഗം അവർക്ക് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. അല്ലേ? പടച്ച റബ്ബ് പടച്ചതാണ്. നമ്മളോ റബ്ബിന്റെ സൃഷ്ടികളാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുന്നതിൽ വല്ല അതിശക്തിയുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളത് ചിന്തിക്കുന്നില്ല. കാരണം നമുക്കിടയിൽ തന്നെ എത്രയോ സൗന്ദര്യമുള്ള പുരുഷന്മാർ ഇവിടെയുണ്ട്. സൗന്ദര്യ റാണികൾ ഈ മറക്കപ്പുറത്തുണ്ട്. സുന്ദരിമാര്, തരുണിമണികൾ, അല്ലേ? നല്ല സൗന്ദര്യമുള്ള വസ്തുക്കൾ ഈ ഭൂമിയിൽ നമ്മുടെ കർണാനന്തരമാകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ തന്നെ. ചിലർക്ക് മക്കയിലെത്തിയാൽ അല്ലെങ്കിൽ മദീനത്തെത്തിയാൽ അവിടുത്തെ തൂണ് കണ്ടാൽ മതി, അല്ല പിന്നെ നാട്ടിലോട്ട് വരണ്ട. അതിലിങ്ങനെ തടയിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കരയിലുള്ള ഉമ്മ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോന്ന് കാണാത്തത് കാണാൻ. അവരുടെ കണ്ണിൽ ഇന്ന് വരെ കാണാത്ത പല സംഭവങ്ങളും കണ്ടു കഴിയുമ്പോൾ പിന്നെ അല്ല. ചിലക്ക് ലുലുമാളി കയറിയാൽ പിന്നെ ഇറങ്ങണ്ട. രാവിലെ മുതൽ വൈകിട്ട് അവിടെ വരെ ഏത്തിക്കാഫ് ജൽസ ഇതിനകത്താണ്. പിന്നെ പുറത്തോട്ടില്ല. കാരണം കാണാത്തത് കണ്ട് അല്ലാഹത്ത്. ഇതാണ് അവസ്ഥ അല്ലേ? എന്നാ ഈ ദുനിയാവിലുള്ളതാകുന്ന സകല വസ്തുക്കളും ഇവിടെയുള്ള പാർക്കും മാളും ഒക്കെ കണ്ട് ഞെട്ടിത്തിരിച്ചിരിക്കുന്നവരെ ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതാണ്. മനസ്സിലാക്കണം. അള്ളാഹു നിർമ്മിച്ചതാകുന്ന സ്വർഗവും പടച്ചറബ് നിർമ്മിച്ച അവന്റെ സൃഷ്ടിയാണ്. ഇതൊന്നും അല്ല കാണാൻ ആഗ്രഹിക്കേണ്ടത്. ഏതാ കാണാൻ ആഗ്രഹിക്കേണ്ടത്? അള്ളാഹു ഇതിനെല്ലാം പടച്ചതാകുന്ന റബ്ബ് എത്ര വലിയ സുന്ദരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റബ്ബിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഔലിയാക്കളും മഹാന്മാരും ഒക്കെ സച്ചരിതരാകുന്ന ആളുകളൊക്കെ ഇബാദത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അവരെന്ത് ചെയ്യട്ടെ? നല്ല നല്ല അമലുകൾ ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആൻ. റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ പണിയെടുക്കട്ടെ. മോശമാകുന്ന തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോകരുതേ, കാത് കൊണ്ടുപോകരുതേ, കൈകാലുകളെ കൊണ്ടുപോകരുതേ. ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ശ്രദ്ധിക്കണം. ചരിത്രത്തിൽ കാണാം, മിസ്കി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു, സാലിഹായ മനുഷ്യൻ. മിസ്കി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്.
മിസ്കി എന്ന അദ്ദേഹത്തെ അറിയപ്പെട്ടു. കസ്തൂരിയാണ് മിസ്ക് എന്ന് പറഞ്ഞാൽ. മിസ്ക് അറിയില്ലേ? മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരി. മിസ്കി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. കാരണം എപ്പോഴും ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശും. കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശും. എന്താണ് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പേര് വെക്കാൻ കാരണം, ആളുകൾ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താ? അപ്പൊ അദ്ദേഹം കഥ പറഞ്ഞു കൊടുത്തു. എന്റെ വാപ്പ വലിയൊരു കച്ചവടക്കാരനാണ്, തുണിക്കച്ചവടക്കാരനാണ്. ഞാനാണ് ഒരു നാണമുള്ളതാകുന്ന നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടിയാണ്. നാണം കൂടുതലാണ്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, സൗന്ദര്യം നല്ലതുപോലെ കൂടിയിട്ടുള്ളതാകുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ എപ്പോഴും മടിയാണ്. ഞാനിങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സൗന്ദര്യം വല്ലാതെ കൂടുതലുള്ള വ്യക്തിയാണ്. അങ്ങനെ ഗ്ലാമർ കൂടിയതാകുന്ന എന്നെ വാപ്പ കച്ചവടത്തിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി സുബ്ഹാനല്ലാഹ്, കച്ചവടം നല്ലതുപോലെ പൊടിപൊടിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ കടകളിൽ കണ്ടിട്ടില്ലേ, സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തും സെയിൽസ് ഗേൾ ആയിട്ട് കൂടുതലായി. അതിൽ നല്ല കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ പിന്നെ അവിടെ കടയിൽ നിന്ന് പിന്നെ ചെക്കന്മാർ ഇറങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ബനിയം വാങ്ങുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷർട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എന്തിലേലും കടയിൽ നിന്ന് സാധനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്തായെങ്കിലും കാണാമല്ലോ, അതിനിങ്ങനെ പിന്നെയും പിന്നെയും വരിക. തൈക്കളവികളോടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് താല്പര്യം, 40 കഴിഞ്ഞ കളവികൾ. അപ്പൊ അങ്ങനെയാണ് നോട്ടം. ഈ ചെറുപ്പക്കാരനാകുന്ന ഈ മനുഷ്യൻ നല്ല സുന്ദരനാണ്. അവനെ കാണാൻ വേണ്ടി നാട്ടിലുള്ളതാകുന്ന ഒരുപാട് ആളുകൾ വരും, സഹോദരിമാരടക്കം വരും. നല്ല സൗന്ദര്യമുള്ള ചെക്കനാണ്. അവസാനം ചരിത്രത്തിൽ കാണാം, ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് നാട്ടിലെ ഏറ്റവും വലിയ കുടുംബത്തിൽപ്പെട്ട നല്ല തറവാട്ടിൽപ്പെട്ട പെണ്ണാണ്. ഇദ്ദേഹത്തെ കണ്ടു, ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, മനസ്സുകൊണ്ട് വല്ലാതെ പ്രിയം വെച്ചു. അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം ഈ പെണ്ണിന് മനസ്സിൽ വല്ലാതെ കുമിഞ്ഞുകൂടി. അതുകൊണ്ട് തന്നെ കുറച്ച് തുണിത്തരങ്ങൾ സെലക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ സാധനമെല്ലാം കൂടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം, ഇത് ഈ ചക്കം കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പൈസ അവിടെ വെച്ച് തരാം, വീട്ടിലാണ് പൈസ ഉള്ളത്. ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന തറവാടിത്തമുള്ള കുലീനമാകുന്ന തറവാട്ടിൽപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണാണ്. അങ്ങനെ ഈ ചെക്കൻ്റെ സാധനങ്ങൾ എന്ത് ചെയ്തു, കൊടുത്തുവിടുക. നേരെ ഇവൻ പോകുന്നു സാധനങ്ങളായിട്ട്. ഇപ്പൊ ആരും പോകുന്നില്ലെന്തോ. ഇത് കേട്ടോ, ഈ ചരിത്രം പറയുന്നവരോട് ആരും പോക്ക് അവസാനിച്ചു. നീ ഈ ചരിത്രം കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് പോകുള്ളൂ ഉസ്താദ്, ഞങ്ങൾ നേരത്തെ പോവില്ല. ഇനിയിപ്പോൾ ആരും വീട്ടിലോട്ട് പോവില്ല ഈ ചരിത്രം തീരുന്നിടം വരെ. നല്ല റാഹത്തുള്ള ചരിത്രം. വേഗം പറ ഉസ്താദ്. എന്നാ കേട്ടോ എല്ലാവരും, ഇത് തഫ്സീറുകളുള്ളതാണ്. തഫ്സീറുള്ള ചരിത്രം പറയാണ്, കെട്ടുകഥകളല്ല. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവര് പറയുന്നു, അദ്ദേഹത്തെയുമായിട്ട് ഈ തുണിക്കെട്ടുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു, സാധനങ്ങൾ എടുത്തു വെച്ചു. ഈ പെണ്ണ് പറഞ്ഞു അകത്ത് റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അകത്ത് കൊണ്ടുപോയി വെച്ചു. തിരിച്ചു വരുമ്പോഴത്തേക്കും കതക് കുറ്റിയിട്ടിട്ടുണ്ട്. വലിയ കൊട്ടാരമാണ്. ധാരാളം തോഴിമാരുണ്ട്, സേവകന്മാരുണ്ട്, പട്ടാള സൈന്യം പോലെയുള്ള നിൽക്കുന്ന ആളുകളുണ്ട്. അതിന് നടുവിൽ ഈ പെണ്ണുമുണ്ട്. ഈ പെണ്ണ് ഉടനെ തന്നെ ഇവനെ കടന്നു പിടിച്ചിട്ട് ഇവനെ മാറോട് ചേർത്ത് പിടിച്ചു. ഉടനെ ഇവൻ പേടിച്ചുകൊണ്ട് പിറകോട്ട് മാറി, ഭയപ്പെട്ടുകൊണ്ട് മാറി. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ കുട്ടി പുറകോട്ട് മാറി. ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമൊന്നുമില്ല. പിറകോട്ടങ്ങോട്ട് മാറിയപ്പോ ഈ പെണ്ണ് വീണ്ടും അതിശക്തമായി പിടിക്കാൻ വേണ്ടി തുനിഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, ഇന്നി ഹാഖിബുൻ, എനിക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടുന്നുണ്ട്, പ്രയാസം മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹാഖിബാണ് ഞാൻ. അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്നാ ശരി. മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു. ഇപ്പം ബാത്റൂമിനുള്ളിൽ കയറി. ബാത്റൂമിനുള്ളിൽ കയറി ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ മനുഷ്യൻ വേഗം തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തി. കാഷ്ടിച്ചതിന് ശേഷം ആ കാഷ്ടമെടുത്ത് ശരീരത്തിൽ പുരട്ടി. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വാ താത്ത, വാ 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 വാ, യാ അല്ലാ തആലി, വരാൻ പറഞ്ഞു. വരൂ ആരെങ്കിലും. പിന്നെ വിളിക്കാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് വിളി. കാരണം രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും ഇല്ല. അപ്പൊ ഇവൻ ഈ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇവന്റെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ ഈ പെണ്ണിനോട് ആരൊക്കെ വിളിച്ചു പറഞ്ഞതേ, ഇന്നഹു മജ്നൂനുൻ, തലയ്ക്ക് വട്ടുള്ള ടീമാന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായി? ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കൂലല്ലോ. സ്വന്തം മലം എടുത്തിട്ട് ശരീരം മുഴുവൻ ഒന്നായിട്ട് പെരട്ടിയിട്ട് ഇവൻ വന്നിരിക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ നേരെ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നു, കുളിച്ചു, വസ്ത്രം ധരിച്ചു, ഒളു എടുത്തുകൊണ്ട് കിടന്നുറങ്ങുമ്പോ രാത്രിയതാ കടന്നു വരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നുകൊണ്ട് ഒരു സ്പർശനം നടത്തുകയാണ്, കൈകൾ കൊണ്ട് തടവുകയാണ്. മഹാന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്, കെട്ടുകഥയല്ല. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്പർശനമുണ്ടായി. അന്ന് മുതൽക്ക് എന്റെ ശരീരം ഈ രീതിയിൽ തന്നെ സുഗന്ധം അടിച്ചു വീശുന്നതായി. മസ്കി എന്നുള്ള പേരിലാണ് പിന്നീട് ബഹുമാനപ്പെട്ടവരെ മരണം വരെയും അറിയപ്പെട്ടത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. പടച്ച റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഈ ദുനിയാവിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യണേ. നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സഹോദരിമാരുണ്ടാകും, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും, നീയുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന യുവതി യുവാക്കളുണ്ടാകും. ഒരാളുമായി ചങ്ങാത്തം അനാവശ്യമായി കൂടരുതേ. ഇത് ഹറാമായ തലത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ ഫോൺ വിളികൾ പോലും നിങ്ങൾ ഉപേക്ഷിക്കണേ. എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവാണ്, അദ്ദേഹമാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. രാവിലെ തന്നെ ഇറങ്ങുകയാണ് അദ്ദേഹം പറമ്പിലേക്ക്, പാടത്തേക്ക് ജോലിക്ക് വേണ്ടി. പാവപ്പെട്ടതാകുന്ന മനുഷ്യനാണ്. പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ രോദനം മനസ്സിലാക്കാതെ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടതാകുന്ന മാരന്റെ വ്യസനങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിയാതെ അന്യരാക്കപ്പെട്ട കാമുകന്മാരുമായി രാത്രിയുടെ യാമങ്ങൾ എന്നല്ല പകല് പോലും രഹസ്യവും പരസ്യവുമാകുന്ന വീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന സഹോദരിമാരെ, ആഖിറത്തെ ഒന്ന് ചിന്തിക്കണേ. പടച്ച റബ്ബിന്റെ ലിഖാ നമുക്കൊന്ന് കാണണ്ടേ, അല്ലാഹുവിനെ ഒന്ന് ദർശിക്കണ്ടേ. അതുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ. നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ഭാര്യ ജീവിക്കുന്നത്. നീ പാടത്തേക്ക് പോകുമ്പോഴും പ്രവാസ ലോകത്തേക്ക് പോയി വർഷങ്ങളോളം ജീവിതം നയിക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടി നീ കഷ്ടപ്പെടുമ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ മക്കളെ നോക്കുകയും നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുത്തുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീട് പരിപൂർണമായി പരിപാലിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട സഹോദരിമാർ വീടിന്റെ അകത്തളങ്ങളിലുണ്ട്. നിന്നെ മാത്രം ആഗ്രഹം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. അന്യരാകുന്ന പരപുരുഷന്മാർ കിടക്ക വിരിക്കാൻ പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ട്. പല രീതിയിലും ആംഗ്യ ഭാഷയിലൂടെ അവർ ബസ്സിൽ പോയപ്പോഴും ട്രെയിനിൽ പോയപ്പോഴും പല ചെറുപ്പക്കാരും പല അങ്ങാടിയിൽ നിന്നുകൊണ്ട് കണ്ണും കാതും കാണിച്ചിട്ട് പോലും ഒരാളിലേക്ക് പോലും തിരിയാതെ പരിപൂർണമായി ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിച്ച്, എനിക്കെന്റെ പടച്ച റബ്ബ് മതി, എനിക്കെന്റെ പ്രിയപ്പെട്ട മാരം മതി, എനിക്കെന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മതി, അവരുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ എനിക്ക് നോക്കണം, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നോക്കണം, എനിക്കെന്റെ കുടുംബത്തിന്റെ പരിപൂർണമായ ചുമതല ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഏതൊരു സഹോദരിമാരുണ്ടോ അവർക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ ലിഖാ, പടച്ച റബ്ബിനെ കാണാനുള്ള സൗഭാഗ്യമാണ്. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ജീവിതത്തിൽ മോശമാകുന്ന ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ, നീ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിന്നെ റാഞ്ചിക്കൊണ്ടുപോകാൻ ഒരുപാട് ചെറുപ്പക്കാര് കഴുകന്റെ കണ്ണുമായിട്ട് നിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കും. പക്ഷേ നിന്റെ മാതാപിതാക്കൾ നിനക്ക് നൽകിയ സ്നേഹം, അവർ നിനക്ക് നൽകിയ പരിലാളനകൾ നീ മറന്നു പോകല്ലേ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി, എന്നെ പഠിപ്പിച്ചു, എനിക്ക് താരാട്ട് പാട്ടി ഉറക്കിയ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ നൊമ്പരങ്ങളും വ്യതകളും ശതകളും തിരിച്ചറിയാതെ, പ്രിയപ്പെട്ട പിതാവിൻ്റെതാകുന്ന ദുഃഖഭാരങ്ങളിലുള്ള ജീവിതം തിരിച്ചറിയാതെ, പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ഉപ്പ എത്രയെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയത് പൊന്നുമോളെ. പാടത്ത് പോയി പണിയെടുത്തിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോ യജമാനന് കൊടുത്തതാകുന്ന ചെറിയ തുക അതുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ
എത്രയെത്ര കടകളുണ്ട്. അതിശക്തമാകുന്ന ചൂട് മൂലം ദാഹിച്ച് പരവശരാകുന്ന ആളുകൾ കടയിൽ കയറി ജ്യൂസ് കുടിക്കുന്ന സമയം, നല്ല നല്ലതാകുന്ന പാനീയങ്ങൾ കുടിക്കുന്ന സമയം നിന്റെ പിതാവ് കടയിൽ കയറുന്നില്ല. കാരണം ഒരു 20 രൂപയുടെ നിറഞ്ഞാവെള്ളം ഞാൻ കുടിക്കാതെ നിലകൊണ്ടാൽ ആ 20 രൂപ എന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കുമോ എന്ന് കരുതി മനസ്സിലാക്കി അതുകൂടി സൂക്ഷിച്ചുകൊണ്ട് പട്ടിണി കടന്നുകൊണ്ട് വീട്ടിലേക്ക് ആ പൈസ കൂടി എത്തിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ നൊമ്പരം കാണാതെ പോകല്ലേ പെണ്ണുമോളെ. അവരുടെ വിഷമങ്ങളും സ്വതകളും തിരിച്ചറിയാതെ പോകരുതേ. വാപ്പയെ മനസ്സിലാക്കാതെ, ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയാതെ അവസാനം കാമുകനുമായിട്ട് വളർന്നു വരുകയാണ്. ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ഇരുന്നു കൊണ്ട് കോടതി മുറിയിലേക്ക് കടന്നു വരുന്ന പെണ്ണുമോള് പ്രതിക്കൂട്ടിയിൽ വാപ്പയും ഉമ്മയും നിർത്തിയിട്ട് എനിക്ക് ഒരു സ്നേഹം നൽകിയില്ല എന്ന് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗത്തേക്ക് എടക്കരയുടെ മണ്ണ് പോലും മാറിയില്ലേ. അത്തരത്തിലുള്ളതാകുന്ന സഹോദരിമാര് പോലും രംഗപ്രവേശനം ചെയ്തില്ലേ. നഊദു ബില്ലാഹ്. സ്വന്തം വാപ്പ നൽകിയ സ്നേഹം തിരിച്ചറിയാതെ, സ്വന്തം ഉമ്മ നൽകിയ സ്നേഹം തിരിച്ചറിയാതെ, ഈ സമൂഹം നൽകിയ കരുതൽ തിരിച്ചറിയാതെ മോശപ്പെട്ട ചുറ്റുപാടിലേക്ക് പോകുന്നതാകുന്ന മുസ്ലിം സഹോദരിമാരെ, ചെറുപ്പക്കാരെ, ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, ഒരു സാലിഹായ മനുഷ്യനായി നമുക്ക് മാറണ്ടേ. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകളും പടച്ചറപ്പിലേക്ക് ഏറ്റു പറയാനുള്ള സമയമാണ്, സന്ദർഭമാണ്. നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണോ, പടച്ചറപ്പിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കണോ, സാലിഹായ മനുഷ്യനായി നിനക്ക് മാറണോ? ഫൽഅമൽ അമലാ സാലിഹാ. നിന്റെ മാതാപിതാക്കളെ കൈപിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കണേ. വാപ്പാ ഉമ്മ തെറ്റുപറ്റിപ്പോയി, അന്യരാകുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകിപ്പോയി, അന്യ പെണ്ണുമായി ഞാൻ മോശപ്പെട്ട രീതിയിൽ ബന്ധപ്പെട്ടു പോയി, എനിക്ക് പൊരുത്തു തരണമെന്ന് മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കുകയും നാഥനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി ശിഷ്ടകാല ജീവിതത്തിൽ നിലകൊള്ളണേ. എങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമതായി നല്ല അമല് വേണം, നല്ല നല്ല അമല് വേണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അതിനെല്ലാം ഉൾപ്പെട്ടു. നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സുഹൃത്തുക്കളെല്ലാം പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2, ശരിക്ക് ദുആ ചെയ്യണം എപ്പോഴും. എന്ത്? അള്ളാഹു എന്നെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് എപ്പോഴും ദുആ ഇരക്കണം. കാരണം ഏതു സമയത്തും അള്ളാഹു ഈമാൻ തെറ്റിക്കാം. അങ്ങനത്തെ ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.